ഇറാനെ അമേരിക്ക ആക്രമിക്കുന്നതിനെ എതിർത്ത് രംഗത്ത് വന്നു. അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ ഇറാന് സമീപം ഇന്ത്യൻ മഹാസമുദ്രത്തിൽ കടന്നു എന്ന വാർത്ത വരുമ്പോഴാണ് യുടെ ഈ പ്രതിരോധം. ഇറാൻ പരമോന്നത നേതാവ് ബങ്കറിൽ ഒളിവിൽ പോയതിനെ തുടർന്ന് ഓഫീസിന്റെ ചുമതല മൂന്നാമത്തെ മകൻ മസൂദിന് ലഭിച്ചു. ഈ വാർത്ത വളരെ സംഘർഷപ്പെടുന്ന ഒരു അന്തരീക്ഷം പശ്ചിമേഷ്യയിൽ ഉണ്ടാകുന്നു എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. പി ജെയിംസ് തത്സമയം ചേരുന്നു. ജെയിംസ്, ഗുഡ് മോർണിംഗ്. ശരിക്കും യിലെ പല സ്ഥലത്തും സുരക്ഷ ഒരുക്കാനായിട്ട് അമേരിക്ക കച്ചകെട്ടി ഇറങ്ങുമ്പോഴാണ് ഇവരുടെ മണ്ണിൽ ഇതൊന്നും അനുവദിക്കില്ല എന്നവർ പറയുന്നത്. പുതിയ ഒരു സാമ്പത്തിക ക്രമവും സുരക്ഷാ ക്രമവും ഒക്കെ രൂപപ്പെടാൻ സാധ്യതയുണ്ടോ? വിപി, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എസ്. ഒരു കാര്യം വളരെ വ്യക്തമാവുന്നു. ഗൾഫ് രാജ്യങ്ങൾ അമേരിക്കയുടെ ഈ ഇറാൻ ആക്രമണത്തിന് എതിരായി നിൽക്കുന്നു എന്ന വാർത്തയാണ് ഈ മണിക്കൂറുകളിൽ വരുന്നത്. ഒരുപക്ഷെ അമേരിക്ക എന്തുകൊണ്ട് ഇതുവരെ ഇറാനിൽ കയറി ആക്രമിച്ചില്ല എന്നുള്ളതിന് ഉത്തരം ഇപ്പൊ പരസ്യമായി രംഗത്ത് വരുന്നുണ്ട്. യു എയിൽ അമേരിക്കയ്ക്ക് ബേസ് ഉണ്ട്. ആ ബേസിൽ നിന്ന് വളരെ എളുപ്പമാണ് ഇറാനിൽ കയറി ആക്രമണം നടത്താൻ. പക്ഷേ UAE അതിശക്തമായ നിലപാടുമായി രംഗത്ത് വന്നിരിക്കുന്നു. ഞങ്ങളുടെ വ്യോമാതിർത്തിയിൽ നിന്നോ ഞങ്ങളുടെ ജലാതിർത്തിയിൽ നിന്നോ അല്ലെങ്കിൽ UAEയുടെ ഉള്ളിൽ നിന്നോ ഇറാനിലേക്ക് ആക്രമണം നടത്താൻ അനുവദിക്കില്ല എന്ന് മാത്രമല്ല, ഇറാനെ ആക്രമിക്കുന്നതിനെ UAE എതിർക്കുന്നു എന്ന അതിശക്തമായ നിലപാടുമായി UAE രംഗത്ത് വന്നിരിക്കുന്നു. സൗദി ഒളിഞ്ഞും തെളിഞ്ഞത് പറഞ്ഞു കഴിഞ്ഞു. സൗദി അറേബ്യയിൽ നിന്ന് ഇറാനിലേക്ക് ആക്രമണം നടത്താൻ പറ്റില്ല. അതുപോലെ ഒമാൻ, ഖത്തർ തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളൊക്കെ രംഗത്ത് വന്നിട്ടുണ്ട്. ഇവിടെയൊക്കെ അമേരിക്കയ്ക്ക് ബേസ് ഉണ്ട്. ആ ബേസിൽ നിന്ന് അടിച്ചാൽ അവിടേക്ക് തിരിച്ചടിക്കുമെന്ന് ഇറാൻ അതിശക്തമായിട്ടുള്ള മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതുകൂടിയാണ് ഒരു പക്ഷേ ഈ രാജ്യങ്ങളെയൊക്കെ പ്രകോപിപ്പിച്ചിട്ടുള്ളത്. എസ്കൈൻ ഇപ്പോഴത്തെ കണക്ക് പറയുന്നത് $50,000 കോടി ബിസിനസ്സാണ് ടൂറിസത്തിലും ധനകാര്യ മേഖലയിലുമായിട്ട് UAEയിൽ നടക്കുന്നത്, അബുദാബിയിലും ദുബായിലും നടക്കുന്നത്. $50,000 കോടി എന്ന് പറയുമ്പോൾ ഏതാണ്ട് 1,20,00,000 രൂപ വരും. 1,20,00,000 അടുത്ത് 1,20,00,000 അപ്പുറത്താണ് ഇതിൻ്റെത് വരുന്നത്. അപ്പോൾ അത്രയും കോടിയാണ് വരുന്നത്, 1,20,000 കോടി. അപ്പോൾ അത് വലിയ രീതിയിൽ അത്ഭുതപ്പെടുത്തുന്നതും അമ്പരപ്പിക്കുന്നതുമാണ്. അതുകൊണ്ട് ആ തരത്തിലുള്ള ഒരു ആക്രമണത്തിനും സമ്മതിക്കില്ല. അങ്ങനെ വന്ന ഇറാന്റെ മിസൈലുകൾ UAEയിൽ പതിക്കുമെന്ന് അവർക്കറിയാം. അതുകൊണ്ട് UAE ന്യൂട്രൽ കൺട്രി ആയിട്ട് മാറിയിരിക്കുന്നു. ഞങ്ങൾ ഇതിൽ ഇടപെടില്ല. സൗദി വരുന്നു, ഒമാൻ വരുന്നു. അതുകൊണ്ട് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയ്ക്ക് UAEയിൽ നിന്ന് ആക്രമിക്കാനാണ് വളരെ എളുപ്പമുള്ളത്. പക്ഷെ അവിടെ നടക്കാത്തത് കൊണ്ട് അവര് അബ്രഹാം ലിങ്കൻ USS അബ്രഹാം ലിങ്കൻ എന്ന 90 വിമാനങ്ങൾ, യുദ്ധവിമാനങ്ങളുള്ള കപ്പലുമായിട്ട് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ എത്തിയിരിക്കുകയാണ്. കുറച്ചുകൂടി എളുപ്പമുണ്ട് ഈ UAEയുടെ വാട്ടേഴ്സിൽ നിന്ന് കടൽ ഭാഗത്തു നിന്ന് ആക്രമിക്കാനായിട്ട്. പക്ഷേ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ കിടക്കേണ്ടി വരുന്നു. അപ്പോൾ ദൂരെ നിന്ന് വളഞ്ഞു വന്ന് ആക്രമിക്കേണ്ടി വരും. UAE അത് തടഞ്ഞിരിക്കുകയാണ്. ഒപ്പം തന്നെ SKN ഇറാൻ ഒരു ആക്രമണം പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമനായി അദ്ദേഹം ടെഹ്റാനിലെ വളരെ കോട്ടകളുള്ള ടണലുകളുള്ള ഒരു ഒളിസങ്കേതത്തിലേക്ക് മാറിയെന്ന് വാർത്തകൾ വന്നിരിക്കുന്നു. അദ്ദേഹത്തിന്റെ മൂന്നാമത്തെ മകൻ മസൂദാണ് ചാർജ് ഏറ്റെടുത്തിരിക്കുന്നത്. എന്ന് മാത്രമല്ല, ഹെസ്ബുള്ളയും ഹൂതികളും ഇറാനോടൊപ്പം അമേരിക്കയുടെ ഏറ്റുമുട്ടാൻ തയ്യാറായി നിൽക്കുന്നു എന്ന വാർത്ത വരുന്നു. പക്ഷേ ട്രംപ് ഇതൊന്നും വകവയ്ക്കില്ല. ട്രംപ് ഏത് നിമിഷവും അറ്റാക്ക് ചെയ്യുമെന്നുള്ള വാർത്തകളാണ് പറയുന്നത്. അതുകൊണ്ട് പശ്ചിമേഷ്യ ഇപ്പോഴും സംഘർഷഭരിതമാണ്. എന്തും സംഭവിക്കാവുന്ന അവസ്ഥയാണ്. മറ്റൊരു കാര്യം, ഈ പശ്ചിമേഷ്യയിലെ ഗസയിൽ നിന്ന് അവസാനത്തെ ഇസ്രയേലി ബന്ദിയുടെ മൃതദേഹം കണ്ടെത്തിയെന്ന് ഇസ്രയേലി പ്രധാനമന്ത്രി അവകാശപ്പെടുന്നുണ്ടല്ലോ. നമുക്കറിയാവുന്നതാണ്, 2023 ഒക്ടോബർ 7 5000-ഓളം ഹമാസുകാരാണ് ഇസ്രായേലിൽ കയറി ആക്രമണം നടത്തിയത്. 1200-ഓളം പേർ ഇസ്രായേലിൽ കൊല്ലപ്പെട്ടു. 350 പേരെയാണ് ബന്ദികളായിട്ട് കൊണ്ടുപോയത്. അതിലെ അവസാനത്തെ ബന്ദിയെയും മുന്നേ ജീവനുള്ളവരെയൊക്കെ നേരത്തെ വിട്ടിരുന്നു. ഇപ്പോൾ അവസാനത്തെ ബന്ദിയുടെ മൃതദേഹം കൂടി കണ്ടുകിട്ടിയത് ഇസ്രായേൽ സ്ഥിരീകരിച്ചിരിക്കുന്നു. അങ്ങനെയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞ്, ധാർമ്മികമായിട്ട് ഇസ്രായേലിന് ചെയ്യാനുള്ളതൊക്കെ ചെയ്തു കഴിഞ്ഞു. ഗസയിൽ നിന്ന് ഞങ്ങൾ അവസാനത്തെ ബന്ദിയുടെ മൃതശരീരവും ഏറ്റുവാങ്ങി. അപ്പം റഫ ബോർഡർ തുറന്നു കൊടുക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇസ്രായേൽ ഇപ്പോഴും ഒരു സംഘർഷ മൂഡിൽ തന്നെയാണ്. കഴിഞ്ഞ ദിവസങ്ങൾക്ക് മുമ്പാണ് അവിടെ ഒരു അറ്റാക്ക് നടത്തിയിട്ട് 3 മാധ്യമപ്രവർത്തകരടക്കം 11 പേർ കൊല്ലപ്പെട്ടത്. ഗസയിൽ 2ാം ഘട്ടം വരണമെന്ന് പറയുന്നു. ഹമാസിനെ അവിടെ നിന്ന് ഒഴിപ്പിക്കണമെന്ന് പറയുന്നു. ഇതൊന്നും വളരെ വേഗത്തിൽ നടപ്പാവുമെന്ന് തോന്നുന്നില്ല. അന്താരാഷ്ട്രീയ സേനയെ കൊണ്ടുവരാനുള്ള നീക്കത്തിലാണ് തുർക്കിയുടെ സേന വരുന്നതിനെതിരെ ഇസ്രായേൽ രംഗത്ത് വന്നിട്ടുണ്ട്. ഇതിനിടയിൽ തന്നെ ഇസ്രായേലിൻ്റെയും ഗസയുടെ കാര്യം പറയുമ്പോൾ തന്നെ ഉക്രൈനിൽ യുദ്ധം കൂടുതൽ രൂക്ഷമാവുകയാണ്. അവിടെ വന്ന് അബുദാബിയിൽ വെച്ച് ചർച്ച നടത്തിയാണ്. പക്ഷെ അതൊന്നും
വിജയിച്ചില്ലെന്ന് മാത്രമല്ല യുദ്ധത്തിന്റെ അന്തരീക്ഷത്തിലേക്ക് വീണ്ടും പോയിരിക്കുന്നു. റഷ്യ കയറി കനത്ത ആക്രമണമാണ് നടത്തുന്നത്. ഈ വലിയ മഞ്ഞാണ് ഉക്രൈനിൽ മാത്രമല്ല അമേരിക്കയിൽ കാനഡയിലൊക്കെ വലിയ പോളാർ വോർട്ടെക്സിന്റെ വലിയ മഞ്ഞ് വീഴുന്നിടത്താണ് ഈ എനർജി കേന്ദ്രങ്ങൾ തകർക്കുന്നു. അവിടെ ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ. അതുകൊണ്ട് യൂറോപ്പിൽ നിന്ന് ഉള്ള ഒരുപാട് എമർജൻസി ബാറ്ററികൾ ഉള്ളത് കൊണ്ടുവന്നിട്ടാണ് ഇപ്പോൾ ഉക്രൈനിൽ ജനങ്ങളുടെ ജീവിതം പിടിച്ചു നിർത്തുന്നത്. അപ്പോൾ ഉക്രൈനിൽ വലിയ അവസ്ഥയാണ്. ബംഗ്ലാദേശിൽ അതിനേക്കാൾ രൂക്ഷമായിട്ടുള്ള അവസ്ഥയിലേക്ക് കാര്യം പോകുന്ന അവിടെ തെരഞ്ഞെടുപ്പാണ്. ബംഗ്ലാദേശിന്റെ മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ഡൽഹിയിൽ നിന്ന് പത്രസമ്മേളനം നടത്തിയെന്ന പേരിൽ ബംഗ്ലാദേശ് പരസ്യമായി ഇന്ത്യക്കെതിരെ രംഗത്ത് വന്നിരിക്കുന്നു. പാകിസ്ഥാനുമായി കൂട്ടുകൂടുന്നു. അവരുടെ ക്രിക്കറ്റ് ടീം ഇന്ത്യയിൽ കളിക്കാൻ വരുന്നില്ല. ഇന്ത്യയും ബംഗ്ലാദേശും ശത്രുതയുടെ നിലയിലേക്ക് മാറിയിരിക്കുന്നു. ഒരു കാലത്ത് ബംഗ്ലാദേശിനെ മോചിപ്പിച്ച് ഈ നിലയിൽ എത്തിക്കാൻ സഹായിച്ച ഏറ്റവും അടുത്ത രാജ്യം ഇന്ത്യ തന്നെയാണ്. ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന കാലത്താണ് അതൊക്കെ നടന്നത് SKN. പക്ഷെ ബംഗ്ലാദേശ് ഇപ്പോൾ ഇന്ത്യയുടെ ശത്രുവായി മാറുന്ന വാർത്തകൾ കൂടിയാണ് വരുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.